ഇന്ന് അതിവിശിഷ്ടമായ ഒരു സ്ത്രീയെപ്പറ്റി ഞാൻ പറയാം. അവരുടെ പേര് ഖൗല ബിൻത്ത് സഅലബ റളിയല്ലാഹു അൻഹു. അവരുടെ കഥ പറയുകയായിരുന്നു. എൻ്റെ ഭർത്താവ് ഔസ് ബിൻ സാമിറ്റ് എന്നേക്കാളും മൂത്തതായിരുന്നു. അദ്ദേഹം ദേഷ്യക്കാരനായിരുന്നു. എന്നെ എന്നും വഴക്കു പറയുമായിരുന്നു. ഒരു ദിവസം തർക്കിക്കുന്നതിനിടയിൽ അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞു. ഞാൻ പേടിച്ചുപോയി. അൻത അലയ്യ കളാരിക ഉമ്മി. വിവർത്തനം ചെയ്താൽ, നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്നാണ് അർത്ഥം വരിക. അതായത്, നീ എനിക്ക് ഹറാമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ തൊടാനോ നിന്നെ ഭാര്യയായി കാണാനോ സാധിക്കില്ല. എനിക്ക് നിന്റെ മേൽ ഒരു അവകാശവുമില്ല. ജാഹിലിയ കാലത്ത് ഇങ്ങനെയായിരുന്നു വിവാഹമോചനം നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ മുസ്ലിങ്ങളാണ്. ഖൗല വിവരിക്കുകയാണ്. അടുത്ത ദിവസം സമാധാനത്തോടെ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, അരുത്, ഇന്നലെ ഹറാമാക്കിയിട്ട് ഇന്ന് ഹലാലാക്കാനാണോ നോക്കുന്നത്? അവർ തുടർന്നു. അവരെന്നെ വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തെക്കാൾ ശക്തിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ തള്ളിയിട്ട ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് കാര്യം ബോധിപ്പിച്ചു. അള്ളാഹുവിന് സ്വകാര്യമായി അവരുടെ പ്രശ്നം തീർക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. അതിനു പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് മുഴുവനായി ഇറക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഖദ് സമിഅല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയും ചെയ്ത ആ വനിതയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. എന്തൊരു അത്ഭുതമല്ലേ! മാഷാ അള്ളാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സ്ത്രീയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഖുർആനിൽ ഒരു അധ്യായം ഇറക്കി. ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണത്. ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുന്നതിൻ്റെ തെളിവാണത്. ഇസ്ലാം സ്ത്രീയെ ആദരിക്കുന്നു. വാദിക്കുന്ന സ്ത്രീ എന്നാണ് ആ സൂറത്തിൻ്റെ തലക്കെട്ടിൻ്റെ വാക്കർത്ഥം. അള്ളാഹുവിൻ്റെ പേര് എല്ലാ ആയത്തിലും വരുന്ന സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും അൽ ഇഖ്ലാസ് എന്ന് പറയൂ. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. എല്ലാ ആയത്തുകളിലും അള്ളാഹുവിൻ്റെ പേര് വരുന്ന ഖുർആനിലെ ഏക സൂറത്ത് അത് സൂറത്തുൽ മുജാദിലയാണ്. അതെ, വാദിക്കുന്ന സ്ത്രീ, സൂറത്തുൽ മുജാദില. വേറെ ആരും കേൾക്കാത്തപ്പോൾ അള്ളാഹു അവരെ കേട്ടു. ഒരു സ്ത്രീയെ തൻ്റെ ഭർത്താവ് ഉപദ്രവിച്ചപ്പോൾ, അല്ലെങ്കിൽ വേറൊരാൾ ഉപദ്രവിച്ചപ്പോൾ അള്ളാഹു അവരുടെ പരാതി കേൾക്കുകയും അള്ളാഹുവിൻ്റെ പേര് എല്ലാ ആയത്തിലും വരുന്ന സൂറത്ത് അതിൻ്റെ പേരിൽ ഇറക്കുകയും ചെയ്തു. ഇസ്ലാമിൽ സ്ത്രീയുടെ സ്ഥാനം നമുക്ക് മനസ്സിലാകാം. സ്വഹാബാക്കളുടെ ഇടയിൽ ഇതൊരു സംസ്കാരമായി രൂപപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാമല്ലോ. പരുക്കൻ സ്വഭാവമുള്ള ഉമർ ഒരു ദിവസം നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അൽ ജറൂദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നടക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഉമറിനെ വിളിച്ചു. ഹേ ഉമർ, നീ അങ്ങാടിയിലൂടെ നടന്ന ഉമേർ ആയിരുന്നപ്പോൾ എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. അന്ന് നീ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ഖലീഫയായിരിക്കെ ജനങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയക്കണം ഉമറെ. പരലോകത്തെപ്പറ്റി ചിന്തിക്കുന്നവന് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എന്നാൽ ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് കഠിനവും. ഉമർ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അൽ ജറൂദ് ചോദിച്ചു, നിങ്ങൾക്കെന്താണ്? അമീറുൽ മുഅ്മിനീനെ കരയിപ്പിക്കാൻ മാത്രം എന്താണ് പ്രശ്നം? അദ്ദേഹം നമ്മുടെ ഖലീഫയാണ്. ഉമർ അദ്ദേഹത്തെ തടഞ്ഞു. ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഖൗലയാണ്. ആകാശങ്ങൾക്കപ്പുറം അള്ളാഹു ഇവരെ കേട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവരെ കേൾക്കാതെ പോകണമെന്നാണോ? ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മറ്റൊരു സംഭവം വിവരിക്കുന്നുണ്ട്. ഉമർ ഒരാളോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവിടെ ഖൗല വന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ കൂടെയുണ്ടായിരുന്ന ആളെ പൂർണ്ണമായി ഒഴിവാക്കി. അവൻ സംസാരം ഒരുപാട് നേരം തുടർന്നു. ഉമർ അത് കേട്ടിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഒരു വയസ്സയായ സ്ത്രീക്ക് വേണ്ടി നിങ്ങളൊരു ഖുറൈശിയെയാണോ മാറ്റി നിർത്തിയത്? ഖൗലയുടെ ഗോത്രം അത്ര ശക്തമായിരുന്നില്ല. അപ്പോൾ ഉമർ പ്രതികരിച്ചത്, ഇത് ഖൗലയാണ്. ആകാശങ്ങൾക്കപ്പുറം അള്ളാഹു ഇവരെ കേട്ടിരിക്കുന്നു. അല്ലാഹി, നമസ്കാര സമയത്തൊഴികെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവർ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ അത് കേൾക്കുമായിരുന്നു. നമസ്കരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ചു വന്ന് അവരെ കേൾക്കുമായിരുന്നു. കാരണം അവരെ അള്ളാഹു കേട്ടിരിക്കുന്നു ആകാശങ്ങൾക്കപ്പുറം. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടിരുന്നു. സ്ത്രീകളെ ബഹുമാനിക്കണം. നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കരുത്. എല്ലാ സമയങ്ങളിലും നമ്മളെ കേൾക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. വീട്ടിനുള്ളിൽ നമ്മൾ മാത്രമാണ് ഉള്ളതെങ്കിലും നിങ്ങൾ ഭാര്യയോട് മോശമായി പെരുമാറുന്നതും സംസാരിക്കുന്നതും അള്ളാഹു കാണുന്നുണ്ട്. ശാരീരികമായി അല്ലെങ്കിലും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഹൗലയെ അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറം കേട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 7 ആകാശങ്ങൾക്കപ്പുറം